ക്രിസ്തുമസിൽ നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖമെന്നത് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് എന്ന് തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടാൻ. കാരുണ്യത്തിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തു, കാരുണ്യത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുകയും കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യണം. അതോടൊപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും നമുക്ക് സാധിക്കണം. 10,000 താലന്ത് ഇളച്ചു കിട്ടിയിട്ട് 100 ധനാറയുടെ ഇളവ് കൊടുക്കുവാൻ അയൽക്കാരനോട് കരുണ കാണിക്കുവാൻ നിനക്ക് പറ്റുന്നില്ലേ എന്നൊരു ചോദ്യം സുവിശേഷത്തിലുണ്ട്. കർത്താവിൽ നിന്ന് കരുണ നമ്മൾ യാചിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് കരുണ കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ക്രിസ്തുമസ് ഒരുക്കത്തിൽ കരുണ നമ്മുടെ സ്വഭാവമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആവേ മരിയ.